ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഇത് മിസ്സസ് ലക്ഷ്മി നാരായണൻ. ഇന്ന് ഓണത്തിനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ശതശതയെന്ന് പറയും, ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയും. ആ പായസമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ പായസപ്പച്ചരി അല്ലെങ്കിൽ പായസപ്പച്ചരി എന്ന് പറയും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പച്ചരി. പിന്നെ ശർക്കര, തേങ്ങ, കുറച്ച് ഏലക്കാപ്പൊടി, നെയ്യ്, ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഒരു 100 ഗ്രാം ആണ് റൈസ് എടുക്കുന്നതെങ്കിൽ അതിന് ഒരു തേങ്ങ ഫുള്ളായിട്ട് അതിൻ്റെ 2 പ്രാവശ്യം ഉള്ള ശർക്കര പൊടിച്ചെടുക്കുക. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 100 ഗ്രാമിന് 2, അതായത് 200 ഗ്രാം 250 ഗ്രാം വരെ ശർക്കര ഉപയോഗിക്കാം. അതിൻ്റെ മധുരം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തേങ്ങ ചിരകി അതിൻ്റെ പാല് കുറച്ച് വെള്ളം ഒഴിച്ച്, മിക്സി ആണെങ്കിൽ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് നന്നായിട്ട് ആ പാല് കട്ടിയായിട്ടുള്ള പാല് എടുത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം വെള്ളം ഒഴിച്ച് നന്നായി, മിക്സി ആണെങ്കിൽ മിക്സിയല്ല കൈകൊണ്ട് പിഴിയാൻ പറ്റുക, അങ്ങനെയും നന്നായിട്ട് പിഴിഞ്ഞ് ആ പാല് എടുത്ത് മാറ്റി വയ്ക്കുക. അരി ഒന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കുക. അത് വെന്ത് കഴിഞ്ഞ ശേഷം ഈ തേങ്ങാപ്പാൽ, രണ്ടാമതെടുത്ത തേങ്ങാപ്പാൽ അതൊഴിച്ച് ആദ്യമേ അരി നന്നായിട്ട് വേവിക്കുക. അത് നന്നായി വെന്ത് കഴിയുമ്പോൾ ശർക്കര ഉരുക്കി അത് പിന്നെ ഒന്ന് അരിക്കണമെങ്കിൽ അരിക്കാം, അല്ല നല്ല ശർക്കരയാണെങ്കിൽ അതിൽ കല്ലും കരടുമൊന്നും ഇല്ലെങ്കിൽ ആ ശർക്കര അങ്ങനെ തന്നെ അതിലോട്ട് ഇടാം. എന്നിട്ട് അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു പായസത്തിൻ്റെ പരുവമാവുന്നത് വരെ ഇളക്കുക. ഒന്ന് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ വാട്ടർ അതിൽ കൂടുതലായിട്ട്, വെള്ളം അതിൽ കൂടുതലായിട്ടുണ്ട് രണ്ടാമത് പാലെടുത്തതിൽ എന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റുന്നത് വരെ. അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും നെയ്യും ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഈ ആദ്യം എടുത്ത തേങ്ങാപ്പാൽ, കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടാവുമല്ലോ, അത് ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് അതെടുത്ത് വയ്ക്കാവുന്നതാണ്. നല്ലൊരു പായസമാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.